ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗം ബഹിഷ്കരിച്ച അധ്യാപക സംഘടനകളെ വെല്ലുവിളിച്ച സർക്കാർ അടുത്ത ക്ലസ്റ്റർ യോഗവും ശനിയാഴ്ച ദിവസം വിട്ടുനിന്നാൽ അടുത്ത യോഗത്തിന്റെ ചിലവ് അധ്യാപകർ വഹിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ്. പ്രവൃത്തിദിന പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അസ്വസ്ഥതകൾ രൂക്ഷമാകുമെന്ന് അധ്യാപക സംഘടനകളും വ്യക്തമാക്കി. ജൂൺ 29-നായിരുന്നു 2024-25 അധ്യയന വർഷത്തെ ആദ്യ ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച പ്രവൃത്തി ദിനമാക്കുന്നതിനെതിരെ സമരത്തിലുള്ള അധ്യാപക സംഘടനകൾ ക്ലസ്റ്റർ പരിശീലനം ബഹിഷ്കരിച്ചു. പിന്നാലെയാണ് സർക്കാർ സ്വരം കടുപ്പിക്കുന്നത്. ജൂലൈ 20 ശനിയാഴ്ച അടുത്ത ക്ലസ്റ്റർ പരിശീലന ദിവസമായി നിശ്ചയിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിയതിനെതിരായ സമരത്തിന്റെ പേരിൽ പങ്കെടുക്കാത്ത അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. വീണ്ടും പരിശീലനം സംഘടിപ്പിക്കേണ്ടി വന്നാൽ സാമ്പത്തിക ബാധ്യത അധ്യാപകരുടെ മുകളിൽ തട്ടുമെന്നാണ് ഭീഷണി. ഏതാനും കുറച്ച് ആൾക്കാർ ഈ ക്ലസ്റ്റർ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിന്ന ഒരു സ്ഥിതിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ യോഗം ഒരു പ്രാവശ്യം കൂടെ നടത്തും. അതിൽ പങ്കെടുത്താലേ പറ്റുള്ളൂ. അതിലും പങ്കെടുത്തില്ലെങ്കിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നടക്കും. അപ്പോൾ ഇനി പങ്കെടുക്കുന്നവരെല്ലാം ചിലവ് അവരോട് തന്നെ വഹിക്കേണ്ടി വരും. അധ്യാപക സംഘടനകൾ പങ്കെടുത്ത QIP യോഗത്തിലും സമാനമായ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. ആദ്യം പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച നിലവിലെ തർക്കം പരിഹരിക്കണമെന്നാണ് അധ്യാപക സംഘടനകളുടെ മറുപടി. 6-ാം പ്രവൃത്തി ദിവസം സർക്കാർ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ച ക്ലസ്റ്റർ പരിശീലനം സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം അധ്യാപകരെ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ബഹിഷ്കരിച്ച അധ്യാപകർക്ക് വേണ്ടി വീണ്ടും സർക്കാർ ക്ലസ്റ്റർ പരിശീലനം സംഘടിപ്പിക്കുന്ന സമയത്ത് അതിന്റെ സാമ്പത്തിക ബാധ്യത ഈ അധ്യാപകരിലെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അധ്യാപകർ ക്ലസ്റ്ററുകളിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം അത് എങ്ങനെ ഉണ്ടായി എന്ന് പരിശോധിക്കുകയും അധ്യാപകരുടെ ന്യായമായ അവകാശങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി പരിഗണിച്ച് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദേശീയ അധ്യാപക പരിഷത്തിന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിനൊപ്പം SCERT, സമഗ്ര ശിക്ഷ കേരളം, ഡയറ്റ് എന്നീ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ ക്ലസ്റ്റർ പരിശീലനം അധ്യാപകരുടെ പങ്കാളിത്തം കുറഞ്ഞതോടെ പ്രഹസനമായി മാറിയിരുന്നു. ചെലവഴിച്ച പണവും വെറുതെയായി. ഇതാണ് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ചൊടിപ്പിച്ചത്. 6 ക്ലസ്റ്റർ അധ്യാപക സംഗമങ്ങളാണ് ഈ അധ്യയന വർഷത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ജനം, തിരുവനന്തപുരം.